ഫുഡൊക്കെ, അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കേട്ടോ. ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇന്നുണ്ടല്ലോ ഒരുപാട് കാണാം കേട്ടോ. മാങ്ങ എന്തൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് കാണുന്നത്. ഇവിടുത്തെ മുടി എടുക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റൊക്കെ കിട്ടും. ടിക്കറ്റ് അനുസരിച്ച് വേണം നമുക്ക് മുടി എടുക്കാൻ ചെല്ലാൻ കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ പഴനിയിലാട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് പഴനിയിലേക്ക് വന്ന് രാത്രി 10 മണിയായിട്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മളിവിടെ എത്തി റൂം എടുത്തു. ഞാനെടുത്ത റൂം വരുന്നത് പഴനി റെയിൽവേ സ്റ്റേഷനടുത്ത് കാർത്തിക് ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് കേട്ടോ. 500 രൂപയാണ് റൂമിന് വാടക. അത്യാവശ്യം നല്ല റൂമാട്ടോ. ഈ ഭാഗത്തായിട്ട് ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ പഴനിയിലെ പഴനിമല കാണാൻ കേട്ടോ. പഴനി മലയിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. പഴനിമലയുടെ അടിവാരം ഭാഗത്തൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. അപ്പോൾ സമയം ഏകദേശം 9:30 ആയി. നമുക്ക് പുറത്തോട്ട് ഇറങ്ങണം. എന്നിട്ടൊരു ചായ കുടിക്കണം കേട്ടോ. ചായ കുടിച്ചിട്ട് വേണം നമുക്കൊന്ന് കറങ്ങാൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഈ പഴനിമലയുടെ അടിവാരത്തെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടി കാണും. അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത് പുതിയ ചാനലിലായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം റൂം ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. റൂം ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. നമ്മൾ റൂം ഇതാ ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഈ ഭാഗത്തായിട്ടൊരു ഹാളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരിക്കും നടത്തുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തും കുറേ റൂമുകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങാം കേട്ടോ. താഴത്തോടെ കുതിരവണ്ടിക്ക് പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ എന്തായാലും താഴത്തിറങ്ങിയിട്ട് കാണാം. ഞാനങ്ങനെ ലോഡ്ജിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ താമസിച്ച ലോഡ്ജൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അവിടെ കാണാം കാർത്തിക് ലോഡ്ജ്. അതുപോലെ പഴനി റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് അവിടെയാണ്. നമുക്കിനി പോകേണ്ടതൊക്കെ ഇങ്ങോട്ടാട്ടെ. ഇവിടുന്ന് അടിവാരം വരെ ഏകദേശം ഒരു 1 കിലോമീറ്ററിനടുത്ത് നടക്കാൻ വരുന്നുണ്ട് നമുക്ക്. നമ്മളെന്തായാലും നടന്നു തന്നെ കേട്ടോ പോകുന്നത്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുതിരവണ്ടിയൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതിനൊക്കെ പോകാം. പക്ഷേ അവിടം വരെ പോകാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ നടന്നു തന്നെ പോകുന്നത്. അവിടം വരെ പോയി കഴിഞ്ഞാൽ കിട്ടും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നടന്നു പോകട്ടോ. കണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാം. ഈ ഒരു വഴി നമുക്കൊരു 1 കിലോമീറ്ററിന് മുകളിൽ നടക്കാനുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടോ. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടോ. നമ്മൾ നേരത്തെ വന്നതൊക്കെ ആ ഒരു സൈഡിൽ നിന്നായിരുന്നു. അത്യാവശ്യം തിരക്കൊക്കെ തുടങ്ങി കേട്ടോ. നല്ല വണ്ടിയുടെ ഹോണിൻ്റെയൊക്കെ കേൾക്കുന്നുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി. ഇങ്ങനെ നടന്ന് ചെറിയൊരു ടെമ്പിളിന് മുമ്പിലെത്തി കേട്ടോ. അവിടെ ആയിട്ടൊരു ടെമ്പിൾ കാണാം നമുക്ക്. ഈ പഴനി ക്ഷേത്രം എത്തുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഒരുപാട് ടെമ്പിളുകൾ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് വഴിയരികിലായിട്ട് അതിന് താഴെയായിട്ട് ചെറിയ രീതിയിൽ കുടിലൊക്കെ കാണാം. ആരൊക്കെ താമസിക്കുന്ന കേട്ടോ. നമ്മൾ രാത്രിയിൽ വരുന്നതൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ആൾക്കാരിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനി താഴത്തേക്ക് പോയി നോക്കാം. ചെറിയൊരു ഇറക്കം പോലെ സ്ഥലത്ത് ഈ വഴിയാണ് നമുക്ക് താഴത്തേക്ക് പോകേണ്ടത്. അതുപോലെ ഇവിടെ ആയിട്ട് കുറേ ഡ്രസ്സുകളൊക്കെ വെക്കാൻ വെച്ചേക്കുന്നത് കാണാം. ഇതുണ്ടല്ലേ, ഒരുപാട് കാണാം കേട്ടോ. അവിടെ നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന ട്രാക്ക് സൂട്ട്, ടീഷർട്ട്, ഒരുപാട് ഐറ്റംസ് കാണാം കേട്ടോ. എவ்வளோண்ணா റേറ്റ് എவ்வளோ ഡ്രസ്സല്ലോ? ആ 100. എല്ലാത്തിനും 100 എല്ലാത്തിനും 100 ഓ, എല്ലാം 100 രൂപ കേട്ടോ ഇതിന്. ഇവിടെ കാണുന്നത് പോലെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ തൂക്കിയിട്ടേക്കുന്നത് കാണാം കേട്ടോ. ഇവിടെ ഇതിനോട് ചേർന്നായിട്ട് സെമിത്തേരി കാണാം കേട്ടോ. നമുക്ക് സെമിത്തേരിയും പള്ളി എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കാണാം കേട്ടോ. ഇതിനുള്ളിലേക്ക്, അതിനുള്ളിൽ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇവിടെ കാണാട്ടോ ഒരുപാട് ആൾക്കാർ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടെ. നമ്മുടെ പഴനി അടിവാരത്തോട്ട് പോവാം. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കായിട്ടോ. ഇതുണ്ടല്ലേ, അത്യാവശ്യം സിറ്റി നല്ല ഓണായി മുന്നൊക്കെ നടന്നു പോണ്. നമുക്ക് എന്തായാലും മുന്നിലോട്ട് കയറാം. വേണ്ടില്ല, അത്യാവശ്യം നല്ല തിരക്കായിട്ട് ടൗണ്. നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിയണം. എന്നിട്ടാണ് നമുക്ക് പഴനി ടെമ്പിളിൻ്റെ താഴ്ഭാഗത്തോട്ട് പോകേണ്ടത് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുത്ത് വരുന്നുണ്ടിട്ടേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് എവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണോ കേട്ടോ ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാം. നമ്മളിത് ഏകദേശം ഒരു ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. നമുക്ക് അവിടെ കാണാം കേട്ടോ. കുറച്ചും കൂടെ പോകണം. ഒരു 10-200 മീറ്റർ കൂടെ കഴിഞ്ഞൊരു ജംഗ്ഷനാണ്. അവിടെ നിന്നാട്ടോ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ പഴനി ടെമ്പിളിൻ്റെ അടിവാരത്തോട്ടൊക്കെ പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഒരു ജംഗ്ഷൻ അടുത്തെത്തിട്ടോ. അവിടെ ആയിട്ട് കാണാം നമുക്കൊരു ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ പഴനി ടെമ്പിളിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകേണ്ടത് കേട്ടോ. ലെഫ്റ്റ് അല്ല, നേരെ കേട്ടോ പോകേണ്ടത്. മാറിപ്പോയി. ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വന്ന വഴി, അതായത് നമ്മുടെ മധുരയിൽ നിന്നൊക്കെ വരുന്ന വഴി കേട്ടോ. അത് നമ്മൾ നേരെയാണ് പോകേണ്ടത്. അങ്ങനെ
ആ ഒരു ജംഗ്ഷനിൽ നമ്മുടെ കോവിലിൻ്റെ ഭാഗത്തോട്ട്, അതായത് പഴനിമലയുടെ ഭാഗത്തോട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടോ. ഇവിടെ ഒരുപാട് ടാക്സികളൊക്കെ കാണാം. എല്ലാവരും നമ്മളെ ക്യാൻവാസ് ചെയ്യാണ്. നമ്മളോട് അങ്ങോട്ട് കൊണ്ടുപോകണം ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരെ കാണാം. അതുപോലെ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് കുതിരവണ്ടികളുടെ സ്റ്റാൻഡ് കാണാൻ പറ്റും. ഒരുപാട് കാണാട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ബുക്ക് സ്റ്റാളുണ്ട്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ നോട്ട് ചെയ്തായിരുന്നു. ഇവിടെ കാണാട്ടോ. വേൾഡ് ബെസ്റ്റ് ഓൾഡസ്റ്റ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്നത് ഒരുപാട് കാണാട്ടോ. അത് വൈകുന്നേരങ്ങളിലാണ് തുറക്കും തോന്നുന്നു. ആ ഒരു ഭാഗത്തായിട്ട് കാണാട്ടോ. നമുക്ക് തിരിച്ച് വരുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കയറാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പിളിൻ്റെ അടിവാരം ഭാഗത്തെത്താൻ പറ്റും. അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് കാണാം കേട്ടോ. അതോടായിട്ട് ബസ് സ്റ്റാൻഡ് കാണാം. നമ്മൾ ഇന്നലെ ബസ് ഇറങ്ങിയതൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ പഴനി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഴനിമല ഒരു അടിപൊളി വ്യൂ കാണാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്നതാണ് നമ്മുടെ പഴനിമല. അതുപോലെ ഇത് അവിടെ ആയിട്ട് കുതിരകൾ ഒരുപാട് നിർത്തിയേക്കുന്ന കാണാം കേട്ടോ. നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ കുതിരച്ചാണകത്തിലൊക്കെ ചവിട്ടി നടക്കേണ്ടി വരും. ഈ ഭാഗമൊക്കെ ഉണ്ടല്ലേ, ഇവിടെയൊക്കെ കാണാം. ഒരുപാട് വണ്ടികൾ ടാക്സികളൊക്കെ കാണാം. നമുക്ക് പോകേണ്ടതൊക്കെ അങ്ങോട്ടാട്ടോ. അവിടെ കാണാൻ നമുക്ക് പഴനിമലയുടെ വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ടെമ്പിളിൻ്റെ ഭാഗത്തേക്കൊക്കെയുള്ള വഴിയിലെത്തി കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരുപാട് ലോഡ്ജുകൾ കാണാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് അതുപോലെ ഇവിടെയും കാണാം ഒരുപാട് ലോഡ്ജുകൾ. ഇനി അങ്ങോട്ട് കാണാം കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് തീർത്ഥാടകരൊക്കെ വന്നിരുന്നത് കാണാം. അതുപോലെ മലയാളി വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാർ പോകുന്നതാണ്. ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാട്ടോ. പ്രത്യേകിച്ച് മഴയും വെയിലും ചൂടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നല്ല തിരക്കാണ്. ഇതുണ്ടല്ലേ, വഴിയോര കച്ചവടങ്ങളൊക്കെ ഭയങ്കര സജീവമായിട്ടുണ്ട്. ആ ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി വഴിയോര കച്ചവടങ്ങൾ ഒരുപാട് കാണാം കേട്ടോ. നമുക്ക് ഇതൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ. ഇതുണ്ടല്ലേ, ഇഷ്ടം പോലെ കാണാം അവിടെയൊക്കെ. അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കേട്ടോ. ഇതൊക്കെ എങ്ങനെ കഴിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതുണ്ടല്ലോ, ഒരുപാട് കാണാം കേട്ടോ. മാങ്ങ എന്തൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് അടിപൊളി. ഒരുപാട് കാണട്ടെ. ഈ ഒരു ഭാഗം മൊത്തം ഉണ്ട്. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കഴിക്കാനുള്ളതായിരിക്കും കേട്ടോ. ഇവിടെ കാണാം. അപ്പം നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡൈവേഴ്ഷൻ എത്തും. അവിടെ നിന്നാണ് നമുക്ക് പഴനിമലയിലോട്ടും നമ്മുടെ ഇടുമ്പൻകോവിലിൻ്റെ ഭാഗത്തോട്ടും പോകേണ്ടത് കേട്ടോ. നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ റൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് പഴനിമലയുടെ ഭാഗത്തോട്ട് പോകേണ്ടത് കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു ജംഗ്ഷനിലെത്തിട്ടോ. ഇവിടെ നമുക്കൊരു ബോർഡൊക്കെ കാണാം. നമ്മുടെ പഴനിയിലോട്ടുള്ള റോപ്പ് കാറിലോട്ടൊക്കെ പോകേണ്ട വേ ഇതാണ്. അതുപോലെ നടന്നു പോകേണ്ടവർക്കുള്ള വഴി ഈ ഒരു വഴിയാട്ടോ. നമുക്ക് നടന്നാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വഴിയാട്ടോ നമുക്ക് പോകേണ്ടത്. അതുപോലെ ഈ ഒരു ഭാഗത്തോടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇടുമ്പൻ ടെമ്പിളിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും. നമുക്ക് എന്തായാലും അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ഈ ഒരു വഴി പോയി നോക്കാം കേട്ടോ. ഇതിലൊരു കുറച്ചും കൂടെ നടക്കാനുണ്ട്. നമുക്ക് കോവിലിലേക്കാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചെരുപ്പും ബാഗൊക്കെ ഇവിടെ ഊരിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ കോവിലേക്കല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു വഴി കാണാം കേട്ടോ. നമുക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാം. ഈ ഒരു വഴിയാണ് നടന്നു പോകേണ്ടത് കേട്ടോ. ഇവിടെ കുറേ കച്ചവടങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ഒരു ഭാഗത്തും കാണാം. അതുപോലെ ഈ ഒരു സൈഡിലും കാണാം കേട്ടോ. നമ്മുടെ ടാറ്റു പ്രിൻറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡും ഐറ്റംസും പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ഐറ്റംസ് കാണാം കേട്ടോ ഇവിടെ. ഈ ഒരു വഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. നമ്മുടെ ഈ ഒരു പഴനിമലയുടെ മുകളിലോട്ട് നമ്മുടെ ലഗേജും അതുപോലെ ക്യാമറ, ചെരുപ്പ്, സാധനങ്ങളൊന്നും ഈ ഇട മുതൽ കയറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല. നമ്മളെന്തായാലും അതിൻ്റെ മുകളിലേക്ക് കയറാൻ ഉദ്ദേശമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം വരെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അവിടെ ഒരു കുതിരവണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ മലയിലേക്ക് കയറേണ്ടവർക്ക് നമുക്ക് ചെരുപ്പും ബാഗും സംഭവങ്ങളൊക്കെ ഇവിടെ കടകളിലൊക്കെ കൊടുക്കാം കേട്ടോ. 50 രൂപ കേട്ടോ ഫീസ്. അതുപോലത്തെ കുഞ്ഞു കുഞ്ഞു തട്ടിപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഇവിടെ താഴെ ക്ലോക്ക് റൂമിൽ ഫ്രീ ആയിട്ട് ഏൽപ്പിക്കാൻ പറ്റും. അതൊക്കെ ഈ ഒരു പഴനി ടെമ്പിളിൻ്റെ മലയിലോട്ട് കയറുന്നതിന് താഴെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഏൽപ്പിച്ചിട്ട് പോകാം. അതൊക്കെ ഇവിടെ താഴെ ഉണ്ട് കേട്ടോ. അതേപോലെ ഈ മുടി മൊട്ടടിക്കുന്നത് ഇവിടെ ഒരുപാട് കാണാം കേട്ടോ. പൈസ കൊടുത്തിട്ട് അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ചെയ്ത് തരുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ തട്ടിപ്പുകൾ കേട്ടോ. ഈ ഒരു വഴി നമുക്ക് 2 വഴി കാണാം. ആ ഒരു ഭാഗത്ത് ഇതുപോലെ ലോഡ്ജുകളൊക്കെ കാണാം നമുക്ക്. അതുപോലെ ഇങ്ങോട്ടൊരു വഴിയാണ്. നമുക്ക് ആദ്യം ഈ വഴി പോയിട്ട് വരാം കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ മുടിയെടുക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റൊക്കെ കിട്ടും. ടിക്കറ്റിനനുസരിച്ചാണ് നമുക്ക് മുടിയെടുക്കാൻ ചെല്ലാൻ കേട്ടോ. ഒരുപാട് പേർക്ക് കാണാം. ജെൻസിനും ലേഡീസിനൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങോട്ടൊരു വഴി കാണാം. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോഡ്ജുകളും ഹോട്ടലുകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. ഇവിടെ കുതിരവണ്ടി വരുന്നത് അടിപൊളി. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാട്ടോ ഇവിടെയൊക്കെ. ഈ ഒരു ഭാഗത്ത് ഇതാ കടയിൽ ഇതാ കുഞ്ഞു കുഞ്ഞു കാവടിയൊക്കെ വിൽക്കാൻ ചെയ്യുന്നത് കാണാം കേട്ടോ. ഇതാ മയിൽപ്പീലൊക്കെ ഉണ്ട്. മയിൽപ്പീലി കാവടി കാണാം. അത് ഇവിടെ ഒരു കട കാണാം കേട്ടോ. നല്ല കളർഫുൾ കട. ഒരുപാട് മുണ്ട്, മാല, അങ്ങനത്തെ കോവിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാം. അതുപോലെ വെള്ളം ഇവിടെയും കാണാം കേട്ടോ. കാവടി വെച്ചേക്കുന്നത്. ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ലഗേജൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാം. അതുപോലെ റൂംസൊക്കെ അവൈലബിൾ ആണ്.
ഈ ഒരു ഭാഗത്തേക്ക് ഒരു ചേച്ചിയുടെ മുടിയൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത് കാണാം കേട്ടോ. ഈ പഴനിമലയിൽ നിന്ന് മുട്ടയടിച്ചിട്ട് വരുന്ന സ്ത്രീകൾക്കായിട്ടുള്ള മുടിയൊക്കെ ഇവിടെ കാണാം, ഇവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തൂടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു കുളമോ പുഴ എന്തൊക്കെയുണ്ട് കേട്ടോ. നമുക്കതും കൂടെ കണ്ടിട്ട് വരാം. ഇതെവിടെയും കാണാം, ഒരുപാട് കുതിരവണ്ടികളൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തോട്ട് വന്നിട്ടോ, അതായത് നമ്മുടെ പഴനിയിലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു തടാകം എന്തോ കാണാം കേട്ടോ. നമുക്ക് വെള്ളമൊന്നുമില്ല, മൊത്തം പറ്റി കിടക്കട്ടോ. അതുപോലെ ഈ ഒരു ഭാഗം കണ്ടില്ലേ, മൊത്തം അലമ്പാട്ടോ, പച്ചറയാണ്, നല്ല മണമാണ്. ഇവിടെ കാണാം കേട്ടോ, നമുക്ക് ചെറിയൊരു അരുവിയല്ല തടാകം. ഈ ഒരു ഭാഗം മൊത്തം പാർക്കിംഗ് ആട്ടോ, രണ്ട് സൈഡിലും പാർക്കിംഗ് കാണാം. നമുക്ക് നമ്മൾ വന്നതൊക്കെ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ. അതിലേ വന്നിട്ട് ഇങ്ങോട്ട് കയറിയതായിരുന്നു. ഇവിടെ വണ്ടികൾക്ക് വഴി തിരിച്ചു വിടാനായിട്ട് ഒരു പയ്യനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മളിതാ വന്നത് ഈ ഒരു വഴിയായിരുന്നു കേട്ടോ. ഇവിടെ കുതിരവണ്ടികളൊക്കെ കാണാം. നമുക്ക് വേണമെങ്കിൽ കുതിരവണ്ടിയൊക്കെ ഇവിടെ നിർത്തിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ടും അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകാം കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് കാണാം നമുക്ക്. അതുപോലെ ഇങ്ങോട്ടൊരു വഴിയാണ് കേട്ടോ. ഈ വഴി നമുക്ക് പോയി നോക്കാം, കുറച്ച് എന്തൊക്കെ പരിപാടികളൊക്കെ കാണാം കേട്ടോ. അതുപോലെ ഇവിടെ ഒരു കോവിലൊക്കെ കാണാം നമുക്ക്. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കരിവളകളും കുപ്പിവളകളൊക്കെ ഇഷ്ടം പോലെ കാണാം കേട്ടോ. അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തെ കട ഉണ്ടല്ലേ, ഭയങ്കര കളർഫുൾ കട, പാത്രങ്ങളും നിലവിളക്കും ഒരുപാട് കാണാം. നമുക്കിനി ഈ ഒരു സൈഡിലൂടെ കേട്ടോ പുറത്തേക്ക് പോകേണ്ടത്. നമ്മൾ വന്ന വഴിയൊക്കെ അതായിരുന്നു, നമ്മൾ ആ ഒരു വഴി കറങ്ങിയായിരുന്നു കേട്ടോ പോയത്. നമുക്ക് ഈ ഒരു വഴി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം. നമ്മളങ്ങനെ പഴനിമലയുടെ താഴത്തെ അടിവാരം ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ക്ലോക്ക് റൂമുകളും അതുപോലെ ലഗേജൊക്കെ ഈ കടകളിലൊക്കെ ഏൽപ്പിക്കാൻ പറ്റും നമുക്ക്. ഇവിടെയൊക്കെ നല്ല ഫീ ആട്ടോ വരുന്നത്, 50 രൂപ 100 രൂപയൊക്കെ കേട്ടോ. ചെരുപ്പും നമ്മുടെ ലഗേജൊക്കെ ഇവിടെ ഏൽപ്പിക്കുന്നതിന് അതൊക്കെ നമുക്ക് ഈ ഒരു അടിവാരത്ത് ഫ്രീ ആയിട്ട് കിട്ടും. അതൊക്കെ ആട്ടോ ഇവിടെ മെയിനായിട്ട് തട്ടിപ്പുകൾ എന്ന് പറയുന്നത്. വേറെ കാര്യമായിട്ടുള്ള തട്ടിപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിത് ഒരുപാട് പേര് തന്നെ വെറുതെ ചുമ്മാ ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ. എന്ത് മാങ്ങയാണ് ഈ ചെയ്യുന്നതെന്നായിരിക്കും. ഈ ഒരു വഴി കേട്ടോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കണ്ടത്. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഒരുപാട് കടകളിതാ ഒരു ഭാഗത്തൊക്കെ ഇപ്പോഴൊക്കെ ഓപ്പണായി വരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുറവായിരുന്നു. നമ്മളങ്ങനെ പഴനി അടിവാരത്തിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സമയം ഇപ്പോൾ ഏകദേശം 11 മണി. നമ്മളൊരു 10 മണി ആയപ്പോഴായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് കയറി തുടങ്ങിയത്. നമ്മളിതാ അകത്തേക്ക് പോയ വഴിയായിരുന്നു. ഇപ്പോഴിതാ ഒരുപാട് പേര് കയറി പോകുന്നത് കാണാം. അവിടെ ഒരു ചേട്ടൻ 2 വണ്ടിയിൽ പഴങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നു കേട്ടോ. അപ്പം ഇനി നമ്മളിവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പഴനിമലയുടെ അടിവാര കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.